സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് ദിയ കൃഷ്ണ ഇഷ്യൂ. ദിയ കൃഷ്ണ മദേഴ്സ് ഡേയിൽ ചെയ്ത ഒരു വ്ലോഗ് വൈറലായിരിക്കുകയാണ്. വേറൊന്നുമല്ല, മദേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് ചെയ്തൊരു വീഡിയോ. അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരത്തിയുടെ ലക്ഷങ്ങളോളം ഉള്ള സബ്സ്ക്രൈബേഴ്സ് പുള്ളിക്കാരത്തിയോട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, എന്തുകൊണ്ട് അശ്വിൻ ഗണേഷ്, അതായത് ദിയ കൃഷ്ണയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയെ കയറി അമ്മ എന്ന് വിളിക്കുന്നില്ല എന്ന്. അതിനൊരു മറുപടിയാണ്. ആ മറുപടിക്ക് എനിക്ക് ആദ്യ പകുതി വരെ എനിക്കൊരു പ്രത്യേകിച്ച് കുഴപ്പം തോന്നില്ല. സ്വന്തം അമ്മയെ മാത്രമേ അമ്മ എന്ന് വിളിക്കാൻ തോന്നത്തുള്ളൂ അല്ല, മീൻസ് ചിലർക്കതൊരു മനസ്സിലുള്ളതാണ്. ബാക്കി ആരെ കയറി അമ്മ എന്ന് വിളിക്കത്തില്ല, പക്ഷെ റെസ്പെക്റ്റ് ചെയ്താൽ മതിയല്ലോ, അങ്ങനെ ഒരു രീതിയിൽ. ഇത് ശരിക്കും അശ്വിൻ ഗണേഷ്, അതായത് ദിയ കൃഷ്ണയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമില്ല എന്നുള്ളതിൽ, അല്ല ദിയ കൃഷ്ണ ആൻറ്റി എന്ന് വിളിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഈ വിഷയം ബാക്കി ആരും എടുത്ത് സ്ക്രൂട്ടനൈസ് ചെയ്യാതിരിക്കുന്നതാണ് അത്രയും നല്ലത്. അവർക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ല, ആൻറ്റി എന്ന് വിളിക്കുന്നതിനോടും അങ്ങനെയൊന്നും അവർക്കാർക്കും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഈ പബ്ലിക്കിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കുഴപ്പം വരുന്നത്? കുഴപ്പം വരുന്ന ഭാഗമുണ്ട് പബ്ലിക്കിന് മെയിനായിട്ടും. എനിക്ക് മരുതൻകുഴി വീട്ടിലെ അമ്മേനെ മാത്രമേ അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ദിയ കൃഷ്ണനെ പ്രസവിച്ച അമ്മേനെ മാത്രമേ അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അല്ലാതെ വഴി നിൽക്കുന്നവരൊന്നും എനിക്ക് കയറി അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തില്ലെന്ന്. ആരാണ് വഴി നിൽക്കുന്നത്? നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അമ്മേനെ പറ്റിയിട്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്, വഴിയിൽ നിൽക്കുന്ന ഒരാളെന്ന്. അതായത് അവരുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല. നിങ്ങൾ ഹസ്ബൻഡിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഹസ്ബൻഡിൻ്റെ അമ്മേനെ റെസ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ എന്നൊരു സംഭവം കൂടെയാണ് അത് പറഞ്ഞു വെക്കുന്നത്. അതായത് ഹസ്ബൻഡ് ഏതോ വഴി നിൽക്കുന്ന ആൾ, അങ്ങനെ ഒരു രീതിയിലാണ് ബാക്കി കേൾക്കുമ്പോഴത്തേക്കിനും ചിലപ്പം അറിയാണ്ട് ഈ പിഴ എന്നൊക്കെ പറയത്തില്ലേ, അതായത് പിഴച്ച് വായിന്നറിയാണ്ട് അങ്ങ് പറഞ്ഞു പോയതായിരിക്കാം. പക്ഷെ അങ്ങനെ പറയുമ്പം പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുന്ന വീഡിയോ ആണ്. നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം വരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ് ഷെയർ ചെയ്തതെങ്കിൽ കുഴപ്പമില്ല. ഇത് ഈ ജനലക്ഷങ്ങളിലേക്ക് സബ്സ്ക്രൈബ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാവരും കേട്ടോണം, ഇതെല്ലാവരും അക്സെപ്റ്റ് ചെയ്തോണം, അല്ലെങ്കിൽ വേണമെങ്കിൽ കേട്ടിട്ട് പോടേ എന്നൊരു രീതിയിലാണ്, എന്നൊരു മനോഭാവത്തോടു കൂടിയാണ് പുള്ളിക്കാരുടെ എല്ലാ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനുമാണ് ഒരു പ്രശ്നം വരുന്നത്. ആ വാക്കുകളാണ് സൂക്ഷിക്കേണ്ടത്. ചില സമയത്ത് ഈ വാക്കുകളാണ് ഈ പുള്ളിക്കാരത്തിയുടെ കുറേ വീഡിയോസും ഇങ്ങനെ വൈറലാക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പോലീസ് കേസ്, അതായത് വേറെ യൂട്യൂബേഴ്സ് ഇവർ പറയുന്നതിന് റിയാക്ട് ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ എതിരെ പോലീസ് കേസൊക്കെ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇവർ വിചാരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇവർ പറയുന്നത് എല്ലാവരും എല്ലാം കണ്ണും അടിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്, ബാക്കി ആരും ഒന്നും മിണ്ടാൻ പാടില്ല, ഒപ്പോസ് ചെയ്യുന്നവരെയൊക്കെ അടിച്ച് നിരപ്പാക്കണം എന്നൊരു രീതിയിലാണ്. ഇതൊക്കെ എന്താണത്? അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ടോക്സിക് പേരൻറ്റിങ്ങിലേക്കാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഈ ഓമി എന്ന് പറയുന്ന ദിയ കൃഷ്ണയുടെ കുട്ടി, ആ കുട്ടിക്ക് 1 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. ഇപ്പം തന്നെ പറഞ്ഞു വെക്കുകയാണ്. അവൻ വളർന്ന് വലുതായി കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും അവൻ്റെ വൈഫിൻ്റെ അമ്മേനെ കയറി അമ്മയെന്ന് വിളിക്കുന്നത് ഇവർക്ക് സ്ട്രെസ്സാക്കുമെന്ന്, ഭയങ്കര രീതിയിൽ സ്ട്രെസ്സാക്കുമെന്ന് ഇവരിപ്പോഴേ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു തുടങ്ങി. ഈ പൊസസീവ്നെസ് ഒക്കെ ആകാം, പക്ഷേ അത് ബാക്കിയുള്ള ഒരാളുടെ ഫ്രീഡത്തിനെ, അത് സ്വന്തം കുഞ്ഞാണെങ്കിൽ പോലും ആ ആൾ ഗ്രോണപ്പാണ്. ഒരു വൈഫ് കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞ ഒരു ഗ്രോണപ്പായിട്ടുള്ളൊരു മനുഷ്യൻ്റെ ഫ്രീഡത്തെ പോലും റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ടോക്സിക് ആയിട്ടുള്ളൊരു ട്രെയിറ്റ് ആണെന്നത് മനസ്സിലാവത്തില്ല. കാരണം ആ കുട്ടിക്ക് തന്നെ, അത് വളർന്നു വരുന്ന ആൾക്ക് തന്നെ ഭയങ്കര രീതിയിൽ സ്ട്രെസ്സാക്കും അവരെ. കാരണം അവർക്ക് അവരുടെ രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല, സ്വന്തം അമ്മ പറയുന്ന രീതിയിൽ മാത്രം എല്ലാം ചെയ്യേണ്ടി വരും. ഗ്രോണപ്പായിട്ടുള്ളൊരു മനുഷ്യന് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി സാധിക്കാതെ സ്വന്തം അമ്മ പറയുന്ന ഒരു രീതിയിൽ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടി വരും എന്നൊരു കാര്യം ആ കുട്ടിക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുമ്പം ആ കുട്ടിക്കും അത് ഭയങ്കര സ്ട്രെസ്സായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. ഇതും കൂടെയൊക്കെ ദിയ കൃഷ്ണ ഓർത്താൽ നല്ലത്. പിന്നെ നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല, കാരണം അത് ദിയ കൃഷ്ണ പ്രസവിച്ച കുട്ടി, അപ്പം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിനെ വളർത്തട്ടെ എന്നൊരു രീതിയിൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അവരുടെ ഒരു കുട്ടി, ഇഷ്ടം പോലെ ആവട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ.